നീ എൻ സ്വന്തം ഭാഗം 60. ഞങ്ങൾ പോയിട്ട് പിന്നെ ഒരിക്കലും വരാം. ദക്ഷ പറഞ്ഞതും ശ്രീദേവ് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ പെട്ടെന്ന് ഭക്ഷണം മതിയാക്കി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ദക്ഷ അവൻ പോയ വഴിയെ നോക്കി. അത് കണ്ടതും മുത്തച്ഛനും റോയും ശങ്കറും വിശ്വവും മുത്തശ്ശിയും എല്ലാം അവനെ നോക്കി. അവൻ ദേഷ്യത്തിൽ പോകുന്നത് ആണ് എന്ന് മനസ്സിലായതും മുത്തശ്ശി മുത്തച്ഛൻ്റെ തോളിൽ കൈവച്ചു. അത് കണ്ടതുപോലെ മുത്തച്ഛൻ മുത്തശ്ശിയെ നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞു. മോളെ, ആരൊക്കെ വന്നാലും നിങ്ങൾ ഇവിടെ വേണം. ഈ പ്രാവശ്യത്തെ വിഷുവിന് നിങ്ങളായിരിക്കും ഞങ്ങളുടെ പ്രധാന അതിഥികൾ. നിങ്ങൾ കഴിഞ്ഞിട്ടേയുള്ളൂ ഇപ്പോൾ വരുന്ന ഈ എൻ്റെ മകളും പിന്നെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാം. മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ദക്ഷയ്ക്ക് ശ്രീദേവ് പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് കണ്ട് സങ്കടം തോന്നി. അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ച് ഇരിക്കുന്നത് കണ്ട്, മോള് കഴിക്ക്, എന്തെങ്ങനെ ഇരിക്കുന്നത്? മുത്തശ്ശി ചോദിച്ചതും അവൾ ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഭക്ഷണത്തിലേക്ക് നോക്കി. അവൾക്കെന്തോ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയത് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. നീ എന്തിനാ ദക്ഷ അങ്ങനെ പറഞ്ഞത്? ശ്രീദേവ് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, ശ്രീകുട്ടി പതിയെ പറഞ്ഞു. അപ്പോഴും ദക്ഷ ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. പിന്നെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. അവൾ ഭക്ഷണം കഴിച്ച പാത്രവുമായി എഴുന്നേൽക്കുന്നത് കണ്ടതും മുത്തശ്ശി, മോളെ അതവിടെ വെച്ചേക്ക്, അത് ജോലിക്കാർ വന്നെടുത്തോളും. മോൾക്ക് മതിയായോ? മുത്തശ്ശി ചോദിച്ചു. മതി മുത്തശ്ശി, അവൾ പറഞ്ഞു. എന്നാ ചെന്ന് കൈ കഴുകിയിട്ട് വാ, എന്നിട്ട് ഈ കോഫി എടുത്ത് കുടിക്ക്, മുത്തശ്ശി പറഞ്ഞു. അവൾ ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് തന്നെ അവിടെ നിന്നും കൈ കഴുകാനായി പോയി. റോയും വിശ്വവും ശങ്കറും പരസ്പരം നോക്കി. അവർ ഭക്ഷണം കഴിച്ച് അവരും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. കാപ്പിയുമായിട്ട് അവൾ പോയത് അടുക്കള ഭാഗത്തുള്ള ആ ബെഞ്ചിലേക്കാണ്. അവൾ അവിടെ പോയി പുറത്തേക്ക് നോക്കിയിരുന്നു. അവളെ അന്വേഷിച്ച് വന്ന ശ്രീകുട്ടിയും ശരണ്യയും അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. എന്തു പറ്റി ദക്ഷ, നീ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ശ്രീദേവ് സാറ് ദേഷ്യപ്പെട്ടു പോയതല്ല, ഞങ്ങൾ ചോദിച്ചു. ശ്രീദേവ് സാറ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, പിന്നെ എന്തോ കോള് ചെയ്യാനുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർത്തത് കൊണ്ട് എഴുന്നേറ്റ് പോയതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിതേ ഇപ്പോൾ വിശ്വം ചേട്ടനോട് ചോദിച്ചേയുള്ളൂ, ആ ചേട്ടനാ പറഞ്ഞത്, ശ്രീകുട്ടി പറഞ്ഞു. ദക്ഷ അത് കേട്ട് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവർ പറഞ്ഞതല്ല കാരണമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അവൾക്കറിയായിരുന്നു. എന്നാൽ ശ്രീദേവിനെ അന്വേഷിച്ചെന്ന മുത്തശ്ശൻ കാണുന്നത് സിറ്റൗട്ടിലുള്ള ഊഞ്ഞാൽക്കട്ടിലിൽ ഇരിക്കുന്ന ശ്രീദേവിനെയാണ്. നീ എന്താ ശ്രീദേവ് ഇങ്ങനെ ചെയ്തത്? ആ കുട്ടിക്ക് എന്ത് വിഷമായി കാണും എന്നറിയോ നിനക്ക്? അത് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയത്, മുത്തച്ഛൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു? അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളിവിടെ നിന്ന് പോകാനാണോ പറയേണ്ടത്? അവൻ ചോദിച്ചു. ശ്രീദേവ്, നീ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്ക്. ഒരു പരിചയമില്ലാത്ത വീട് അവൾക്കിത്. ദേ, നിന്റെ അനിയത്തി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാ. ശരിയാ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെയാണ്, നീ കൈപിടിച്ച് തന്നെയാണ് അവളെ ഇവിടെ കയറ്റിയത്. പക്ഷെ ശ്രീദേവ്, അത് എന്ത് ബന്ധത്തിൻ്റെ പേരിലാണ്? അതിനൊക്കെ ഇനിയും സമയമുണ്ട് ശ്രീദേവ്. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. ആ കുട്ടിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ നമ്മളാണെങ്കിലും അന്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെയല്ലേ തോന്നൂ? അവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്കവിടെ അധികപ്പറ്റായിട്ട് തോന്നില്ലേ? അത് തന്നെ ആ കുട്ടി ചോദിച്ചത്. അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ദേഷ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവൾക്ക് എത്ര സങ്കടമായി കാണുന്ന നീ ചിന്തിച്ചോ ശ്രീദേവ്? മുത്തശ്ശൻ അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഓ, അപ്പോൾ അവൾക്കിത് അന്യ വീടായിട്ട് തോന്നിയത് കൊണ്ടാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം ഊഞ്ഞാൽക്കട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട് മുത്തശ്ശൻ, ശ്രീ, നീ ഇത് എങ്ങോട്ടേ പോകുന്നത്? എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ശ്രീ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ശ്രീദേവ് പോകുന്നത് നോക്കി മുത്തശ്ശൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഈ ചെക്കൻ്റെ വാശിക്കും ദേഷ്യത്തിനും ഒരു കുറവും വന്നിട്ടില്ല, മുത്തശ്ശൻ പതിയെ പറഞ്ഞു. അവൻ പോകുന്നത് കണ്ടുകൊണ്ടാണ് റോയും വിശ്വവും പുറത്തേക്ക് വന്നത്. എന്താ മുത്തശ്ശ കാര്യം? അവനാകെ ചൂടിലാണല്ലോ, ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അവൻ ആരെ അന്വേഷിച്ച് പോയതാ അങ്ങോട്ട്? മനസ്സിലായില്ലേ, ആ കൊച്ചിനെ കാണാൻ വേണ്ടി പോയതാ. എന്തിന്? ഇനി എന്താ അവൻ്റെ പ്രശ്നം? ഓ അതോ, ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് ചിലപ്പോൾ അന്യ വീടായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും. നമ്മളൊരു അന്യ വീട്ടിലേക്ക് പോയാൽ ഇതുപോലെ തന്നെയാണ് തോന്നുന്നത് എന്ന് അറിയാതെ ഞാനൊന്ന് പറഞ്ഞു പോയി, മുത്തശ്ശൻ പറഞ്ഞു. ബെസ്റ്റ്. അപ്പോൾ അവൾക്ക് ഇത് അന്യ വീടാണ് എന്നതുകൊണ്ടാണ് അവൾ പോകുന്നത് എന്ന്
മുത്തച്ഛൻ പറഞ്ഞോ? എന്നാ പിന്നെ ഇന്ന് കൊച്ചുമോൻ്റെ കല്യാണം മുത്തച്ഛൻ കാണേണ്ടി വരും, വിശ്വം പറഞ്ഞു. എന്ത്? ആ ആ കുട്ടിയുടെ അന്യതാബോധം മാറ്റാൻ വേണ്ടി നിങ്ങളുടെ കൊച്ചുമോൻ ചിലപ്പോൾ അവളെ ഇന്ന് വിവാഹം കഴിച്ചെന്നും വരും. അപ്പോൾ ആ കുട്ടി ഇവിടുത്തെ മരുമകളാണല്ലോ. അങ്ങനെയെങ്ങാനും അവൻ ചെയ്താ കുഴപ്പമൊന്നും സംഭവിക്കാനില്ല, വിശ്വം പറഞ്ഞു. നീ പോടാ അവിടെ നിന്ന്. എൻ്റെ കൊച്ചുമോൻ്റെ കല്യാണം ഇങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളതാ. നീ വാ, നമുക്കൊന്ന് പോയി നോക്കാം, മുത്തശ്ശൻ പറഞ്ഞു. എൻ്റെ മുത്തശ്ശ, ഇവൻ പറയുന്നത് കേട്ടി ചാടി പുറപ്പെടേണ്ട. ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങളുടെ കൊച്ചുമോനെ എനിക്ക് വിശ്വാസമില്ലെങ്കിലും ആ കുട്ടിയെ എനിക്ക് നല്ല വിശ്വാസമാണ്, റോയ് പറഞ്ഞു. ആ അത് ശരിയാ. എന്നാൽ ശ്രീദേവ് ദക്ഷയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. വീടിനകത്ത് എല്ലാവരുടെയും അന്വേഷിച്ചു. അപ്പോഴാണ് ശരണ്യ ഒരു മാങ്ങയും കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്നത്. മോളെ, ദക്ഷ എവിടെ? ശ്രീദേവ് ചോദിച്ചു. എന്തിനാ? വഴക്കു പറയാനാണോ ഏട്ടന്? ഞാനെന്തിനാ അവളെ വഴക്ക് പറയുന്നത്? ശ്രീദേവ് ചോദിച്ചു. ആ ചേച്ചി പോണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടന് ദേഷ്യം വന്നില്ലേ? അപ്പോഴൊന്നും പറയാൻ പറ്റാത്തതിന് ഇപ്പോൾ പറയാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് ചോദിച്ചതാ, ശരണ്യ പറഞ്ഞു. ഒന്നുമല്ല, ദേ അവളുടെ ചേച്ചി വിളിക്കുന്നു, ശ്രീദേവ് അവൻ്റെ കയ്യിലെ ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ കുട്ടിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചതാ. ആ കുട്ടിയോട് ഞാൻ നടുമുറ്റത്തുണ്ടാകുമെന്ന് പറയും. എവിടെ? ലൈബ്രറി റൂമിലോ? ശരണ്യ ചോദിച്ചു. ആ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് നടന്നു. ശരണ്യ ആ മാങ്ങ കടിച്ചുകൊണ്ട് തന്നെ ശ്രീകുട്ടിയുടെ ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു. ദക്ഷ ചേച്ചി, ചേച്ചിയെ ഏട്ടൻ വിളിക്കുന്നു, അവൾ പറഞ്ഞു. ആര്? ദക്ഷ ചോദിച്ചു. വേറെ ആര്? എൻ്റെ ഏട്ടൻ ശ്രീദേവ്. ടേ അവിടെ ലൈബ്രറി റൂമിലുണ്ട്, നമ്മുടെ നടുമുറ്റുള്ള ലൈബ്രറി റൂമില്ലേ, അവിടെ. ചേച്ചിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ദേ ചേച്ചി വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഫോണിൽ. ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഏട്ടനെ വിളിച്ചത്. വേഗം ചെല്ല്. ശരണ്യ പറഞ്ഞതും ദക്ഷ ശ്രീകുട്ടിയും ശരണ്യയും നോക്കി. ചെല്ല്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, അതായിരിക്കും ശ്രീദേവ് സാറിൻ്റെ ഫോണിലേക്ക് ദയചേച്ചി വിളിച്ചത്, ശ്രീകുട്ടി പറഞ്ഞു. പക്ഷേ കാര്യം അതല്ല എന്ന് ദക്ഷയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ പതിയെ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴും അവൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. കാരണം ശ്രീദേവിനെ ആദ്യമായിട്ടാണ് ആ ദേഷ്യത്തിൽ അവൾ കാണുന്നത്. അവൾ ലൈബ്രറി റൂമിൻ്റെ വാതിക്കൽ ചെന്ന് നിന്നു. അകത്തേക്ക് നോക്കി. ഡോറ് ചാരിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിടവിലൂടെയാണ് അവൾ നോക്കിയത്. അവൾ കണ്ടു നടുമുറ്റത്തുള്ള ഊഞ്ഞാൽ കട്ടിലിൽ ഇരിക്കുന്ന ശ്രീദേവിനെ. അവൾ പതിയെ ഡോറിൽ നിന്ന് മുട്ടി. കയറി വാ, ശ്രീദേവ് പറഞ്ഞതും അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ആ ഡോർ അങ്ങടച്ചേക്ക്, ശ്രീദേവ് പറഞ്ഞതും അവൾ ഊഞ്ഞാൽ കട്ടിലിൽ ഇരിക്കുന്ന ശ്രീദേവിനെ ഒന്ന് നോക്കി. ഡോർ അടയ്ക്കാതെ നിൽക്കുന്ന അവളെ കണ്ടതും ശ്രീദേവ് ഊഞ്ഞാൽ കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. പറഞ്ഞാൽ അനുസരണയില്ലേ നിനക്ക്? ശ്രീദേവ് ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ വന്ന് ഡോർ അടച്ചുകൊണ്ട് ഡോറിൽ ചാരി നിന്നു. അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ദക്ഷ. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്താ എന്താ നിന്റെ പ്രശ്നം? ഡോറിൽ ചാരി അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ചോദ്യം. അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. പറയ് ദക്ഷ, വളരെ പതിയെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു. എന്താ നിന്റെ പ്രശ്നം? അവരിപ്പോൾ വരുന്നതാണോ നിന്റെ പ്രശ്നം? എന്നാ ഞാൻ വിളിച്ചു പറയട്ടെ ഇങ്ങോട്ട് വരണ്ടാന്ന്? ശ്രീദേവ് ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി. വേണ്ട, അവൾ പറഞ്ഞു. പിന്നെ നിനക്കിവിടെ നിന്ന് പോയാൽ മതിയോ? അവൻ ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അന്ന് പാലസിൽ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അവർക്കാർക്കും ഞങ്ങളെ ഒന്നും ഇഷ്ടമാവില്ല. അപ്പോൾ ഒരു പരിചയമില്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് വല്ലാതെ ദേഷ്യം തോന്നിയില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ട് അവർ വന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞത്, ദക്ഷ പറഞ്ഞു. അവൻ അവളുടെ ഇടുപ്പിലൂടെ ഒന്നുകൂടി അമർത്തി. അവൾ ഒരു വേദനയോടെ അവനെ നോക്കി. അപ്പോഴാണ് തൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നത് അവൻ അറിഞ്ഞത്. വേദനിച്ചോ? അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അവൻ്റെ കൈകൾ അവിടെ നിന്നും പതിയെ അഴയുന്നത് അവൾ അറിഞ്ഞു. എന്നാലും പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല. ദക്ഷ, അവൻ അവൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ കവിളിൽ വീണിരിക്കുന്ന മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അവൻ പതിയെ വിളിച്ചു. നീ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ദക്ഷ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ
നീ ഇവിടെ നിന്ന് പോവാൻ നോക്കുകയാണോ? ദേ, ഈ മുറിവ് പോലും നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതല്ലേ. എന്നിട്ട് അതെല്ലാം നിസ്സാരമാക്കി കളഞ്ഞുകൊണ്ട് നീ പോകാൻ നോക്കുകയാണോ എൻ്റെ അടുത്ത് നിന്ന്? എന്നിൽ നിന്നും ഓടി കളിക്കാൻ നോക്കുകയാണോ ദക്ഷ? ശ്രീദേവ് ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എന്താ എന്താ പറഞ്ഞത്? ഈ ഈ മുറിവ്? അവൾ ചോദിച്ചു. എനിക്ക് അല്ലാതെ സെറ്റിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. അറിയാലോ, നിന്റെ ചേച്ചിയടക്കം ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രൊഡ്യൂസറായ ഞങ്ങൾക്കും പിന്നെ അതിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ ഡേറ്റിനുമെല്ലാം ഒരുപാട് വിലയുള്ളതാണ്. ഞാൻ ചെന്ന് ദേ എനിക്ക് ഇത്രയും ദിവസം ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അത് സമ്മതിക്കാൻ മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്യും. ചിലപ്പോൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അവർ ഒന്നും പറഞ്ഞില്ലെങ്കിലും അതൊരു ഇഷ്ടക്കുറവിന് കാരണമാവും. ഇതിപ്പോൾ എൻ്റെ അവസ്ഥ കണ്ട് അവർക്ക് എന്നെ വെച്ച് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. എനിക്ക് കുറച്ച് ദിവസം എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഇവിടെ നിൽക്കാനും പറ്റുന്നില്ലേ? അത്രയും റിസ്ക് ഞാനെടുത്തപ്പോൾ എൻ്റെ പെണ്ണ് എന്നെ ഇട്ടേച്ച് പോവാണെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? അവൻ ചോദിച്ചതും പെട്ടെന്നാണ് അവൾ അവനെ തള്ളി മാറ്റി അകന്നു നിന്നത്. പിന്നെ ശ്രീദേവ് കാണുന്നത് അവൻ്റെ നേരെ വരുന്ന അവളുടെ കൈകളാണ്. അത് അവൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ ആ സമയം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും നടുമുറ്റത്തിലേക്ക് നടന്നു. അവിടെയുള്ള പടികളിൽ ഇരുന്നു. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും ശ്രീദേവിൻ്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ഇരുന്നതിൻ്റെ അടുത്തായി ചെന്ന് ഇരുന്നു. അവൻ വന്ന് ഇരുന്നത് അറിഞ്ഞിട്ടും അവൾ അവനെ മുഖമുയർത്തി നോക്കിയതേയില്ല. അവൻ അവളെ തോളിൽ പിടിച്ചു. അവൾ പെട്ടെന്ന് തന്നെ തോളുകൊണ്ട് തന്നെ അവൻ്റെ കൈ തട്ടിമാറ്റി. ദക്ഷ, എന്തിനാ? പിണക്കാണോ എന്നോട്? അല്ലെങ്കിൽ ദേഷ്യമാണോ എന്നോട്? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നതേയുള്ളൂ. അവൾ അവളുടെ മുട്ടിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് ഇരുന്നു. അവൻ അവളുടെ മുടികൾ പുറയിൽ നിന്നും മാറ്റി അവളുടെ പുറം കഴുത്തിൽ പതിയൊന്നു തലോടി. ദക്ഷ കൈകൊണ്ട് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ദക്ഷ, സോറി. ഞാൻ എനിക്ക് മറ്റൊന്ന് ആ സമയത്ത് ചിന്തിക്കാനുണ്ടായിരുന്നില്ലടാ. നീ ഇവിടെയുണ്ട്. നിൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണം. പരസ്പരം ഒന്നടുത്തറിയണം. നീ പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും പാർക്കിലോ ബീച്ചിലോ സിനിമാ തിയേറ്ററിലോ ഒന്നും കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും സേഫ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ എന്ന് തോന്നിയത് കൊണ്ട് ആ നിമിഷം ഇങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ദക്ഷ, എല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ ഒരുപാട് വേദനിപ്പിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ചെറിയൊരു മുറിവ് വരുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് എന്നെ ഫൈറ്റ് മാസ്റ്റർ കൂടി സഹായിച്ചു. അതുകൊണ്ടല്ലേ ദക്ഷ എനിക്ക് കുറച്ച് ദിവസം നിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് സംസാരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒന്നും അറിയില്ല. പരസ്പരം അറിയാനും രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചവരാണ് നമ്മൾ. അതെല്ലാം പരസ്പരം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് ഈ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ നീ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? അതാ ഞാൻ അപ്പോൾ അങ്ങനെ പെരുമാറിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വിഷമമില്ല കേട്ടോ. ഞാനങ്ങനെ പെരുമാറിയതിന് ഒരു ചെറിയ ശിക്ഷ എനിക്ക് കിട്ടി. കുഴപ്പമില്ല. ആദ്യമായിട്ട് ശ്രീദേവിനെ തല്ലിയ ക്രെഡിറ്റ് എൻ്റെ പെണ്ണിനെ തന്നെ ഇരിക്കട്ടെ. അവൻ ചിരിയോടെ പറയുന്നത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. കണ്ണുകളെല്ലാം കലങ്ങിയിരിക്കുന്നു. നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ചന്ദനവും കുങ്കുമവും എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അവൻ വീണ്ടും ചോദിച്ചു. പറ്റിയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്നോട് സംസാരിക്കാനാണോ? എൻ്റെ കൂടെ സമയം ചെലവഴിക്കാനാണോ? എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ വരുമായിരുന്നല്ലേ, ആരും അറിയാതെ.
അതിനെങ്ങനെയൊക്കെ ചെയ്യണോ? അവൾ അവൻ്റെ നെറ്റിയിലെ മുറിവിലേക്ക് തലോടിക്കൊണ്ട് ചോദിച്ചു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും തന്നെ സങ്കടത്തോടെയും പ്രണയത്തോടെയും നോക്കുന്ന ആ കണ്ണുകളും അവൻ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. ദക്ഷ, അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ? അവൻ ചോദിച്ചു. പിന്നെ പിന്നെ ഇഷ്ടമാകാതെ? ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതല്ലേ ഇന്നലെ? എൻ്റെ മനസ്സ് തുറന്ന് കാണിച്ചതല്ലേ ഞാൻ ഇന്നലെ? എന്നിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അവൾ ചോദിച്ചു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നീ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിൻ്റെ നിറഞ്ഞൊഴുകുന്ന ഈ കണ്ണുകൾ എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ശ്രീദേവിനെ ദക്ഷ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ പതിയെ അവനിലേക്ക് ചരിഞ്ഞിരുന്നു. ദക്ഷ, അപ്പോൾ എൻ്റെ ജോലി, എൻ്റെ ഈ പ്രൊഫഷൻ നിന്നെ ബാധിക്കില്ല? അവൻ ആർദ്രമായി ചോദിച്ചതും അവൾ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ സ്നേഹിക്കുന്നത് ശ്രീദേവ് എന്ന എൻ്റെ ദേവിനെയാണ്. അവിടെ പണം, പ്രശസ്തി, പ്രൗഢി ഒന്നുമില്ല. എപ്പോഴൊക്കെയോ ഞാനും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സ് നിറയെ നിങ്ങളാണ്. എൻ്റെ ആദ്യ പ്രണയമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പണം, പ്രശസ്തി ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ദൈവമായിട്ട് തന്നതാ. ഞാൻ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ ഇതുപോലെയൊക്കെ ചെയ്താൽ ഞാൻ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്നെ സംരക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് പിന്നെ ഞാൻ അത്രയും പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ശ്രീദേവ് സ്വയം ചെയ്തതാണ് എന്ന് കേട്ടതിൻ്റെ സങ്കടം മാറാതെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ശ്രീദേവ് ഒന്ന് ഞെട്ടിയെങ്കിലും തിരിച്ച് അവനും അവളെ ചേർത്ത് പിടിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.